ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം മലയാളം മീഡിയം ഉത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, മാത്സ്, ഹിന്ദി തുടങ്ങി സബ്ജക്റ്റിൻ്റെ ബേസിക് സയൻസ് തുടങ്ങിയ സബ്ജക്റ്റിൻ്റെ ആൻസർ കീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഓരോ വിഭാഗത്തിലും 20 മാർക്കാണുള്ളത്. അതായത് ഫിസിക്സ്, ഊർജ്ജതന്ത്രം, അതേപോലെ രസതന്ത്രം, ജീവശാസ്ത്രം. അപ്പോൾ 20 മൊത്തം 60 മാർക്കാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഫിസിക്സിൻ്റെ നോക്കാം. പ്രകാശത്തിന് ശൂന്യതയിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? അപ്പോൾ കറക്റ്റ് ആൻസർ 1 സെക്കൻഡാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ 1 സെക്കൻഡാണ്. ഓക്കെ, 1ാം പദ ജോഡി ബന്ധം കണ്ടെത്തി 2ാം പദ ജോഡി പൂർത്തിയാക്കുക. സദിശ അളവ് പ്രവേഗമാണ്. അതിശ അളവ് എന്താണ്? വേഗമാണ്. അതിശ അളവ് വേഗമാണ്. ഇനി ചുവടെ നൽകിയതിൽ നിന്ന് ശരിയായി രേഖപ്പെടുത്തിയ യൂണിറ്റ് കണ്ടെത്തുക. ഏതാണ്? പാസ്കലാണ് ശരിയായത്. ഓക്കെ, പാസ്കൽ. ഇനി ബലത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടനാണ്, എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് അരികിൽ സാധാരണ കാണപ്പെടുന്ന ഒരു ട്രാഫിക് സൈൻ ബോർഡാണ് സൂചിപ്പിക്കുന്നത്. ഈ ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സീബ്ര ക്രോസിംഗ് ആണ്. അതായത് കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. കാൽനട യാത്രക്കാർക്കുണ്ടാകുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ഏതെങ്കിലും 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. എന്താണ്? നടപ്പാതയിലൂടെ മാത്രം നടക്കുക, റോഡിൻ്റെ വലത്തുവശത്തുകൂടി നടക്കുക, സീബ്ര വരെയുള്ള ഇടങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുക. ഇനി അടുത്തത്, ഒരു കുട്ടി 200 ഷീറ്റുള്ള സയൻസ് ഡയറിയുടെ പേപ്പറുകളുടെ ആകെ കനം അളന്നപ്പോൾ 2 സെൻറ്റിമീറ്റർ ലഭിച്ചെങ്കിൽ അതിൽ ഒരു പേപ്പറിൻ്റെ കനം SI യൂണിറ്റിൽ അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ SI യൂണിറ്റിൽ അടയാളപ്പെടുത്തുമ്പോൾ 0.01 സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുക. എത്രയാണ്? 0.01 സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുക. 2/200 ചെയ്തിട്ടുണ്ട്, നമുക്കിതാണ് കിട്ടുക. ഇനി അടുത്ത ഒരു മോട്ടോർ കാറിൻ്റെ വേഗം 3 സെക്കൻഡ് കൊണ്ട് 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 16 മീറ്റർ പെർ സെക്കൻഡായി വർദ്ധിക്കുന്നു. കാറിൻ്റെ ത്വരണം എത്ര? അപ്പോൾ ത്വരണം കാണാനുള്ള സൂത്രവാക്യം V - U/T. അപ്പോൾ V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗമാണ്, U എന്ന് പറയുന്ന ആദ്യ പ്രവേഗമാണ്. ഒക്കെ 16 - 4. ഇവിടെ സമയം തന്നിട്ടുണ്ട് 3 സെക്കൻഡാണ്. അപ്പോൾ 16നെ 4 മൈനസ് ചെയ്തപ്പോൾ 12 കിട്ടി. 12/3 12/3 ചെയ്തപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത്. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. സന്ദർഭവും അതിൻ്റെ ബലം ഏതാണെന്ന് എഴുതാനാണ്. തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്ന ഗുരുത്വാകർഷണ ബലമാണ്. കാന്തം ഇരുമ്പാണിയെ ആകർഷിക്കുന്ന എന്താണ്? കാന്തിക ബലമാണ്. അടുത്തത്, മൂടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് സ്കെയിൽ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു. അതെന്തിൻ്റെ ഉദാഹരണമാണ്? സ്ഥിത വൈദ്യുത ബലമാണ്. ഇനി അടുത്ത, താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകളെ അവയെ മൂല്യത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ്. അപ്പോൾ ആദ്യം 2 കിലോമീറ്റർ, പിന്നെ വരുന്നത് എന്താണ്? 2 മീറ്റർ, പിന്നെ 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, പിന്നെ 2 mm. ഓക്കെ, ഇനി ഇവിടെ ആൻസർ 5 ക്വിൻ്റൽ ആദ്യം വരും ഫസ്റ്റ്, പിന്നെ 5 കിലോഗ്രാം വരും, പിന്നെ 5 ഗ്രാം വരും, പിന്നെ 5 mg വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഒരു ഗ്ലാസ് ബീക്കറിൽ 3 വ്യത്യസ്ത ദ്രാവകങ്ങൾ എടുത്തിരിക്കുന്നു. 3 ചിത്രങ്ങൾ ചുവടെ നൽകിയിരിക്കുന്ന. X മണ്ണെണ്ണ, Y ശുദ്ധജലം, Z ഉപ്പ് ലായനി. ഇത് ശരിയായ ചിത്രം ഏതാണ്? ചിത്രം B ആണ് ശരിയായത്. ഉത്തരം സാധൂകരിക്കുക. ഇവയുടെ സാന്ദ്രത ഒരുപോലെയല്ല. സാന്ദ്രതയുടെ അവരോഹണ ക്രമം ഉപ്പുലായനി, ശുദ്ധജലം, മണ്ണെണ്ണ ഇങ്ങനെ. 11ാമത്തേത്, മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണം. ഇതെന്താണ്? സ്പീഡോമീറ്റർ ആണ്. ഇനി 60 കിലോമീറ്റർ പെർ ഹവർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 90 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ഇപ്പം ദൂരം ബൈ വേഗത നമുക്ക് ചെയ്താൽ കിട്ടുക 90/60. 90/60 നമ്മൾ ചെയ്താൽ 90/6. സൂത്രവാക്യം എന്താണ്? ദൂരം ബൈ വേഗത 90/60 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1.5 മണിക്കൂറാണ്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടിസ്ഥാന യൂണിറ്റുകളെക്കുറിച്ചും വിൽപ്പന യൂണിറ്റുകളെക്കുറിച്ചും പരിചിതമാണല്ലോ. വിൽപ്പന യൂണിറ്റുകൾ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. ഇനി അടുത്തത്, പരപ്പളവ് പ്രസ്താവിക്കുന്നത് ഏത് അടിസ്ഥാന യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? നീളമാണ്. നീളത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പരപ്പളവ് പ്രസ്താവിക്കുന്നത്. ഇനി സാന്ദ്രതയുടെ യൂണിറ്റ് എഴുതുക. എന്താണ് സാന്ദ്രതയുടെ യൂണിറ്റ്? kg/m³. ഓക്കെ. ഇനി അടുത്തത്, ഒരു ക്രിക്കറ്റ് ബോൾ ലംബദിശയിൽ മുകളിലേക്ക് എറിയുമ്പോൾ കയ്യിൽ നിന്ന് 10 മീറ്റർ ഉയർന്ന ശേഷം തിരികെ കയ്യിൽ വന്ന് പതിക്കുന്നു. ബോൾ സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്? 20 മീറ്റർ ആണല്ലേ. 10 മീറ്റർ ഉയർന്ന ശേഷം തിരികെ 10, അപ്പോൾ 10ഉം 10ഉം 20 മീറ്റർ. ബോൾ തിരികെ കയ്യിലെത്തിയപ്പോൾ ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? 0 സ്ഥാനാന്തരം എത്രയാണ്? 0. ഇനി അടുത്തത്, ബോൾ താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ത്വരണം 10 മീറ്റർ/സെക്കൻഡ്² ആയ 0.5 സെക്കൻഡ് ആക്കുമ്പോൾ അതിൻ്റെ പ്രവേഗം എത്രയായിരിക്കും? അപ്പം 10 ഗുണിക്കണം 0.5, അപ്പോൾ 5 മീറ്റർ/സെക്കൻഡാണ് ഉത്തരം. അപ്പം നമ്മൾ ഊർജ്ജതന്ത്രം കഴിഞ്ഞു. ഇനി നമുക്ക് രസതന്ത്രമാണ്. ഓക്കെ, രസതന്ത്രം നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ബഹു അറ്റോമിക തന്മാത്ര ഏത്? ഇവിടെ ഫോസ്ഫറസ് ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത, ചന്ദനത്തിരി കത്തിക്കുമ്പോൾ സുഗന്ധം വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. കാരണം എന്താണ്? വാതകാവസ്ഥയിൽ കണികകളുടെ ചലനം കൂടുതലായതുകൊണ്ട് വ്യാപനം വേഗത്തിൽ നടക്കുന്നു. ഇനി അടുത്ത, രാസപ്രവർത്തനങ്ങളുടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. മൂന്നാമത്തെ ഉത്തരം മൂലകങ്ങൾ. ബീക്കറിലെടുത്ത ജലത്തിലേക്ക് ചരടിൽ കെട്ടിയ ഒരു കല്ല് താത്തുമ്പോൾ ജലനിരപ്പ് ഉയരുന്നു. കാരണം എന്താണ്? കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അത്രയും സ്ഥലത്തെ ജലം തള്ളി മാറ്റുന്നു. ഇനി അടുത്തത്, നൈട്രജൻ പ്രതീകം N ആണ്. 2N, N2 ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നെഴുതുക. ഓക്കെ, 2N എന്നത് 2 വ്യത്യസ്ത നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. N2 എന്നത് 2 ആറ്റങ്ങൾ സംയോജിച്ച ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. എഥനോൾ തിളനില 78 ഡിഗ്രി, മെഥനോൾ തിളനില 65 ഡിഗ്രി ഇവ കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിയാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? ആംശിക സ്വേദനം. ഈ മാർഗം തിരഞ്ഞെടുക്കാനുള്ള കാരണം എഴുതുക. മിശ്രിതത്തിലെ ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ആംശിക സ്വേദനം തിരഞ്ഞെടുത്തത്. ഇനി ഏഴാമത്തെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഖരപദാർത്ഥങ്ങൾക്ക് മാത്രം യോജിച്ചവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ 1ഉം 4ഉമാണ് ശരിയായ ഉത്തരം. കണികൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം H2SO4 ആണ്. ഒരു സൾഫ്യൂരിക് ആസിഡിൽ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഒരു സൾഫ്യൂരിക് ആസിഡ് തന്മാത്ര അടങ്ങിയ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ഇനി 2 സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്തി എഴുതുക. എത്രയാണ്? 14. 2 ഗുണിക്കണം 7, 14. ഇനി അടുത്ത ചോദ്യം നോക്കാം. കണികകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ ശുദ്ധ പദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്ന് തരംതിരിച്ചിരിക്കുന്നു. ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് മിശ്രിതങ്ങളെ തിരഞ്ഞെടുത്തെഴുതുക. ഏതൊക്കെയാണ്? സോഡ വെള്ളവും മണ്ണുമാണ് മിശ്രിതങ്ങൾ. ഇനി 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു കുപ്പിയിൽ തുല്യ വ്യാപ്തം വീതം മണ്ണെണ്ണയും ജലവും എടുത്ത് നന്നായി കുലുക്കുന്ന. അല്പസമയം അനക്കാതെ വെച്ചതിന് ശേഷം കുപ്പി നിരീക്ഷിക്കുക. ഏത് ദ്രാവകമാണ് അടിഭാഗത്ത് കാണുന്നത്? ജലമാണ്. എന്തുകൊണ്ടാണ്? അവ പരസ്പരം കൂടിക്കലരുന്നില്ല. അവ വ്യത്യസ്ത സാന്ദ്രതയുള്ള ദ്രാവകങ്ങളാണ്. ഇനി ഈ മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സെപ്പറേറ്റിംഗ് ഫണൽ. എന്താണ് സെപ്പറേറ്റിംഗ് ഫണൽ? ഇനി അടുത്ത പട്ടിക പൂർത്തിയാക്കാനാണ്. മൂലകം, നാമകരണത്തിൻ്റെ അടിസ്ഥാനം, പ്രതീകം. ആദ്യത്തേത് എ എന്താണ്? സ്വർണ്ണമാണ്. സ്വർണം. ഓറം, ലാറ്റിൻ നാമം EU. ക്യൂറിയം, നാമകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ശാസ്ത്രജ്ഞ മേരി ക്യൂറി. അതേപോലെ പ്രതീകം CM ആണ്. ക്ലോറിൻ, ക്ലോറോ, നിറമാണ്. അതിൻ്റെ പ്രതീകം Cl ആണ്. എന്താണ്? പ്രതീകം Cl ആണ്.
ഇനി അടുത്ത ചില രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. സമവാക്യം 2ലെ അഭികാരകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് അഭികാരകങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡും കാർബണുമാണ്. കാർബൺ ഡൈ ഓക്സൈഡും കാർബണും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും കാർബണുമാണ്. ഈ സമീകൃത സമവാക്യങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് സമീകൃത സമവാക്യങ്ങൾ. സമീകൃത സമവാക്യങ്ങൾ 1ഉം 2ഉമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇതിനെ Mg+O2 MgO ഇതിനെ സമീകൃതമാക്കാനാണ് പറഞ്ഞത്. അത് സമീകൃതമല്ല, ഇങ്ങനെ എഴുതാൻ 2Mg+O2 gives 2MgO. ഇനി അടുത്ത ലാസ്റ്റത്തെ ചോദ്യമാണ് 13ാമത്തെ ചോദ്യം. ഇതെന്താണ്? ഈ ഉപകരണം എന്താണ്? സെൻട്രിഫ്യൂജ് ആണ്. കണികകളുടെ ഏത് സവിശേഷത പ്രയോജനപ്പെടുത്തിയാണ് ഈ ഉപകരണം ഉപയോഗിച്ച് മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കുന്നത്? എന്താണ്? കണികകളുടെ ഭാരവ്യത്യാസം. ഈ പ്രക്രിയ പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം എന്താണ്? ക്ലിനിക്കൽ ലാബുകളിൽ സാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. രാസപരീക്ഷണങ്ങളെ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജീവശാസ്ത്രമാണ്. ഓക്കെ, ജീവശാസ്ത്രത്തിൽ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പദബന്ധം മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. പാരങ്കൈമ പ്രകാശ സംരക്ഷണത്തിന് സഹായിക്കുന്നു. താങ്ങും ബലവും നൽകുന്നത് ഏതാണ്? സ്ക്ലീറൻ കൈമയാണ്. ഒന്നാമത്തെ ഉത്തരം സ്ക്ലീറൻ കൈമയാണ്. ഫ്ലോയം ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്ന ആരാണ്? സൈലമാണ്. ഇനി അടുത്ത രണ്ടാമത്തേത്, ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എന്താണ് ശരിയായ ഉത്തരം? ഇതിലേതാണ്? 2ഉം 3ഉമാണ് ശരി. ഓക്കെ, 2ഉം 3ഉമാണ് ശരി. ഇനി അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏത്? രക്തം, അസ്ഥി, ആവരണകല, നാലുകല. അപ്പോൾ ആവരണകലയാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത തന്നിരിക്കുന്ന പ്രസ്താവന അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഓക്കെ, കോശസ്തരങ്ങളിലെ പദാർത്ഥങ്ങൾ എല്ലാം ചേർന്നതാണ് കോശദ്രവ്യം. അപ്പോൾ തെറ്റാണ്, ജീവദ്രവ്യമാണ്. അടുത്തത്, കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. അത് ശരിയാണ്. ഇനി മൂന്നാമത്തെ, കോശങ്ങളിൽ വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. തെറ്റാണ്, യൂകാരിയോട്ടുകളാണ് ശരിയായ ഉത്തരം. യൂകാരിയോട്ടുകൾ. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം നോക്കാം. ജൈവഗണങ്ങളുമായി ബന്ധപ്പെടുത്തി നൽകിയിരിക്കുന്ന ചിത്രീകരണം ഉചിതമായി പരിശോധിക്കുക. ജൈവഗണത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? ഹരിതഗണം, വർണ്ണഗണം, ശ്വേതഗണം. അപ്പോൾ ഇവിടെ ഹരിതഗണം എന്ന് എഴുതുക, ഇവിടെ ശ്വേതഗണം എന്ന് എഴുതുക. ഇനി വർണ്ണഗണത്തെ നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ സാന്തോഫിൻ എഴുതാം, കരോട്ടിൻ എഴുതാം, ആന്തോസയാനിൻ എഴുതാം. ഓക്കെ, കരോട്ടിൻ, ആന്തോസയാനിൻ എഴുതാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. കോശസിദ്ധാന്തം രൂപപ്പെടുത്തിയത് ആരൊക്കെയാണ്? കോശസിദ്ധാന്തം MG സ്ലീഡനും തിയോഡർ ഷാനുമാണ് രൂപപ്പെടുത്തിയത്. ഈ സിദ്ധാന്തത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. എല്ലാ ജീവികളുടെയും ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഇതാണ് 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 7ാമത്തെ ചോദ്യം നോക്കാം. ബോക്സിൽ നിന്ന് ഉചിതമായി തിരഞ്ഞെടുത്ത് ജീവികളുടെ ഘടനാതലങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. അപ്പോൾ കോശാംഗം, പിന്നെന്താണ്? കോശം, പിന്നെന്താണ്? കല, അവയവം, അവയവ വ്യവസ്ഥ, ജീവി. ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയാണ്? കോശം, കല, അവയവം, അവയവ വ്യവസ്ഥ. ഇനി 8ാമത്തെ ചോദ്യം നോക്കാം. ഈ കാണുന്ന ഏതാണ്? ഇത് കല ഏതാണെന്നാണ് ചോദിച്ചത്. ഈ കോശം ഏതാണ്? ഇത് ഏതാ കോശമാണ്? മെരിസ്റ്റമിക കോശമാണ്. ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന കോശം ഏതാണ്? മെരിസ്റ്റമിക കോശമാണ്. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഈ കോശത്തിന് വരുന്ന ഏതെങ്കിലും 2 മാറ്റങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് 2 മാറ്റങ്ങൾ വരുന്നത്? കനം കുറഞ്ഞ് പ്രാഥമിക ഭിത്തിക്ക് കട്ടി കൂടുന്നു, അതേപോലെ ഫേനം പ്രത്യക്ഷപ്പെടുന്നു. ഇത് 2ഉം മെരിസ്റ്റമിക കോശത്തിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പൂർണ്ണ വളർച്ച എത്തുമ്പോൾ കോശത്തിനുണ്ടാകുന്ന മാറ്റമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 9ാമത്തെ, റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ചത് എന്താണ്? റോബർട്ട് ഹൂക്ക് ആദ്യമായി നിരീക്ഷിച്ചു കോശം എന്ന പേര് വിളിച്ചു. ഇനി ജന്തുകോശം കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. റോബർട്ട് ബ്രൗൺ എന്താ ചെയ്തത്? റോബർട്ട് ബ്രൗണ് കോശമർമ്മത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. സസ്യകോശം കണ്ടുപിടിച്ചത് ആരാണ്? MG സ്ലീഡനാണ് കണ്ടുപിടിച്ചത്. ഇനി അടുത്ത ചോദ്യം എന്താണ്?
ചില കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരിക്കുന്ന ഉചിതമായ തലക്കെട്ട് നൽകി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഇതെന്താണ്? ഇത് മൈറ്റോകോൺട്രിയയും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പ്രത്യേകതയാണ്. മൈറ്റോകോൺട്രിയത്തിൽ നമ്മൾ എഴുതേണ്ട ഊർജ്ജ നിലയം, കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എഴുതിയതിൻ്റെ കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് കോശത്തിന് ദൃഢത നൽകുന്നു. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മജ്ജ, ത്വക്ക്, അന്നപദം, തുണ്ടം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തുകോശങ്ങളുണ്ട്. മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് ഈ കോശങ്ങളുടെ പ്രത്യേകത എന്ത്? എന്താണ് വിത്തുകോശങ്ങളുടെ പ്രത്യേകത? ഏത് കോശമാവാനും മാറാൻ കഴിവുള്ളതുമാണ് വിത്ത് കോശങ്ങൾ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഈ കോശങ്ങൾ മറ്റു കോശങ്ങളായി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? കോശവൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ. ഇനി 3ാമത്തേത്, വിത്തുകോശ ഗവേഷണം പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺ രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തുകോശ ഗവേഷണം മുന്നേറ്റം ഉണ്ടാക്കുന്നു. ഇനി അടുത്ത 12ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ABC കോളങ്ങൾ നമ്മൾ അവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ മാച്ച് ചെയ്താൽ മതി. ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതേപോലെ തന്നെ സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപാദനം. നാഡീകല എന്ന് പറയുന്നത് എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. പേശികല എന്ന് പറയുന്നത് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശരീരചലനം സാധ്യമാക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. 13ാമത്തെ ചോദ്യമാണ്. എന്താണ്? ഈ തന്നിരിക്കുന്ന കോശത്തിൻ്റെ ചിത്രം നിരീക്ഷിച്ചിട്ട് ഇതിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതണം. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കോശം ഏതാണ്? ജന്തുകോശമാണ്. ഈ കോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു കോശാംഗത്തിൻ്റെ പേരെഴുതുക. എന്താണ്? സെൻട്രോസോം എന്ന് എഴുതാം. ഇനി ഇവിടെ X എന്ന് പറഞ്ഞാൽ ഏതാണ്? മർമ്മമാണ്. Y എന്ന് പറഞ്ഞാൽ ഗോൾജി കോംപ്ലക്സ് ആണ്. ഇനി X എന്ന ഭാഗത്തിൻ്റെ ധർമ്മം. X എന്ന് പറഞ്ഞാൽ മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ്.